ഹലോ മക്കളെ, വെൽക്കം ബാക്ക്. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഏരിയയിൽ നിന്നൊരു ക്വസ്റ്റ്യനാണ്. ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് മക്കളൊന്ന് ക്ഷമിക്കണേ. വീണ്ടും നമ്മൾ നീറ്റ്, കീം, അതുപോലെ തന്നെ CUET ഈ എക്സാംസിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് കൂടുതൽ നോക്കിയിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ ഡൈഇലക്ട്രിക് ഓഫ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് K ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് സച്ച് ദാറ്റ് ഹാഫ് ഓഫ് ഇറ്റ്സ് ഏരിയ ഓഫ് എ കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് C ഈസ് ഓക്യുപ്പൈഡ് ബൈ ഇറ്റ്. ദ ന്യൂ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ന്യൂ കപ്പാസിറ്റൻസ് എന്താണ്? അപ്പോൾ ഡൈഇലക്ട്രിക്കിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നത്. ഈ ഒരു മോഡൽ പഠിക്കുന്ന ഡൈഇലക്ട്രിക് ഫില്ല് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കോമ്പിനേഷൻ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കിയാലോ മക്കളെ. ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാറ്? പറഞ്ഞു വരുന്നത് ഒരു ഡൈഇലക്ട്രിക് ഉണ്ട്, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് K ഉള്ള ഒരാളുണ്ട്. അവൻ ഒരു കപ്പാസിറ്റർ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഹാഫിൽ ഫില്ല് ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് ഇത്രത്തോളം K ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് വരുന്ന ഒരു ഫില്ല് ചെയ്തിട്ടുണ്ട്. ബാക്കി സാധാ പോലെ ആയിരിക്കും, ഇവിടെ കൂടെ എയർ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണ് പുതിയ കപ്പാസിറ്റി ഓർ കപ്പാസിറ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോർമലി ഇതിങ്ങനെ ശ്രദ്ധിക്കുക, ഇതൊരു പാരലൽ പ്ലേറ്റുകൾ, ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ D ആണല്ലോ, ഇവൻ്റെ ഏരിയ A ആണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് എയർ ഉള്ള സമയത്ത് എന്താണ് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ? അതായത് ഇനീഷ്യൽ, അതാണ് ഓപ്ഷനിൽ C കാണുന്നുണ്ട്. അത് നമുക്കറിയുന്ന കാര്യമാണ്. C ആരാണ്? ε0 A/D. എന്താണ് C ε0 A/D? സാധാരണ കേസ് രണ്ട് പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും ഉണ്ട്, ഇവർ തമ്മിൽ സെപ്പറേഷൻ D ആണ്. ഏരിയ ഓഫ് ദ പ്ലേറ്റ് A ആണെങ്കിൽ ഇവരുടെ കപ്പാസിറ്റിയുടെ ഇക്വേഷൻ ε0 A/D ആണ്. ഇത് ഇനീഷ്യലുള്ള കേസ്. ഇനി ഇപ്പോഴെന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? ഇതിൻ്റെ ഇടയിലേക്ക് ഒരു ഹാഫ്, കംപ്ലീറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അതെന്താവും, K ടൈംസ് ആകും എന്നറിയാം അല്ലേ. കംപ്ലീറ്റ് വെച്ചാൽ K ടൈംസ് ആകും. പക്ഷേ ഇതൊരു ഡൈഇലക്ട്രിക്കിൻ്റെ എന്തേ വെച്ചിട്ടില്ല, ഇതൊരു ഡൈഇലക്ട്രിക് ആണെങ്കിൽ ഒരു പാരലൽ പ്ലേറ്റ് ആണെങ്കിൽ ഇതിൻ്റെ ഹാഫ് ഇത്രയും ഭാഗം ഒരു ആൾ മാത്രം ഫുള്ളി ചെയ്തിട്ടില്ല കേട്ടോ. ദാറ്റ് മീൻസ് ഇവിടെ ബാക്കി ആരാണ്? നമ്മൾ നേരത്തെ ബാക്കിയുള്ള എയർ ഉണ്ടാകും. അപ്പോൾ ഇതാണ് ഡിസ്റ്റൻസ് D തന്നെയാണ്, പക്ഷേ ഹാഫ് ഏരിയ എന്ന് പറയുന്നുണ്ട് അല്ലെ, ഹാഫ് ഓഫ് ഇറ്റ്സ് ഏരിയ. അപ്പോൾ ഇവിടെ ഏരിയ A/2 ആണ്. ഇവൻ താഴെയും ആയിട്ടുണ്ടാവും, A/2 ആയിട്ടുണ്ടാവില്ല. ഇതാണ് കോൺസെപ്റ്റ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇവിടുത്തെ ആളും ഈ താഴത്തെ ആളും ശരിക്കും ഇത് എന്ത് കോമ്പിനേഷനാണ്? പാരലൽ കോമ്പിനേഷൻ കേട്ടോ. എന്ത് കോമ്പിനേഷൻ? പാരലൽ കോമ്പിനേഷൻ. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എഫക്റ്റീവ് കപ്പാസിറ്റൻസ് പാരലൽ കോമ്പിനേഷൻ വരുമ്പോൾ എന്താണ് നമുക്കറിയുന്ന കാര്യമാണ്. പാരലൽ കോമ്പിനേഷൻ എഫക്റ്റ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് മാർക്ക് അടിക്കാൻ പറ്റുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. CP= ആരാണ്? C1 + C2. അപ്പോൾ ഇവിടെ ആരാണ് C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ആദ്യമുള്ള ആളെ വേണമെങ്കിൽ C എന്ന് വിളിക്കാം. അതായത് C1 = C. അപ്പോൾ നമുക്കൊരു നമുക്കൊരു കാര്യം ഇങ്ങനെ എടുക്കാം. C1 താഴത്തെ ആൾ അല്ലെങ്കിൽ മുകളിലെ ആൾ, മുകളിലുള്ള ആൾ എടുക്കാം അല്ലേ. നമുക്ക് ഇവിടുത്തെ കപ്പാസിറ്റൻസിന് C1 എന്ന് എടുക്കാം. അപ്പോൾ എന്താ C1 വരിക? ഡൈഇലക്ട്രിക് വന്നു കഴിഞ്ഞാൽ C1 എന്താ വരിക? K ടൈംസ് ε0 A. ബട്ട് ഇവിടെ A ഉണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് അവിടെ A/2. A ഫുൾ ഏരിയ ആണെങ്കിൽ A എന്ന് എടുക്കണം, ഹാഫ് A ഉള്ളൂ, അതുകൊണ്ട് A/2 എടുക്കണം. ഇനി ആരാണ് C2? താഴത്തെ ആൾ, ഇവിടുത്തെയാണ് C2 എന്താ വരിക? അവിടെ ഡൈഇലക്ട്രിക് ഉണ്ടോ? ഇല്ല. പക്ഷേ ε0 A/2 ഉള്ളൂ, അത്രയല്ലേ ഉള്ളൂ. മനസ്സിലായോ? ഇവിടെ A/2 ഉള്ളൂ, കാരണം ബാക്കി ഇത്രയേ ഉള്ളൂ. ബാക്കി ഡൈഇലക്ട്രിക് ചെയ്തിട്ടുണ്ടായിരുന്നു A/2/D. പറഞ്ഞു മനസ്സിലായോ മക്കളെ? ആദ്യം മുകളിൽ K ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഹാഫ് ഏരിയയിൽ കൊടുത്തുകൊണ്ട് A/2, ഡിസ്റ്റൻസ് D തന്നെയാണ്. താഴത്തേൽ ഡൈഇലക്ട്രിക് ഇല്ല, അതുകൊണ്ട് K വരൂല. ഇവിടെ K വരൂല കേട്ടോ. ε0 അവിടെ ഹാഫ് ഏരിയയിൽ എയർ ഉള്ളൂ, അതുകൊണ്ട് A/2/D. ഇനി ഇവർ തമ്മിൽ എന്ത് ചെയ്യണം? സീരീസ് കോമ്പിനേഷനാണ്. അപ്പോൾ ഇവർ സീരീസ് കോമ്പിനേഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കിട്ടും. നമുക്ക് സീരീസ് കോമ്പിനേഷൻ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ എന്താണ് സീരീസ് കോമ്പിനേഷൻ? CP= C1 + C2 അല്ലേ. C1 + C2. ആരാണ് C1? ഇതാണ് C1. അപ്പോൾ C1 എന്ന് പറയുമ്പോൾ നമുക്കൊരു കോമൺ ആയിട്ട് എടുത്താലോ. ഇവനിലും ε0 A/2/D. സമയം കളയാതിരിക്കാൻ വേണ്ടി കോമൺ ആയിട്ട് എടുക്കുന്നുണ്ട് മക്കളെ. ε0 A/2. ആ 2 ഡിനോമിനേറ്റർ എഴുതാം, പിന്നെ ഒരു D ഉണ്ടാവില്ലേ. പിന്നെ ഇവിടെ ആര് ബാക്കിയുണ്ട്? ഒരു K ബാക്കിയുണ്ട്. താഴെയാണെങ്കിൽ ആര് ബാക്കിയുണ്ടാകും? 1 അല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ. താഴെ 1, കാരണം എല്ലാവരെയും പുറത്തെടുത്തല്ലോ. അപ്പോൾ 1 ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ε0 A/2D നമുക്ക് പുറത്തെടുത്തു, കാരണം ε0 A/2D രണ്ടിലുണ്ട്. മുകളിലാണ് K ബാക്കി, താഴത്തേലാണ് 1 ബാക്കി. പക്ഷേ നമ്മൾ ഓപ്ഷനിൽ Cൻ്റെ ടൈമിലാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫുള്ളി എയർ ആകുമ്പോൾ C എന്താണ്? ε0 A/D അല്ല മക്കളെ. ക്ലിയർ ആണ്? പണ്ടേ ഉള്ള കേസ് ആദ്യം പറഞ്ഞു കേട്ടോ. ഡൗട്ട് ഒന്നുകൂടി കണ്ടാൽ മതി. അപ്പോൾ എന്ത് ചെയ്യും? ε0 A/D എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എയർ ഉള്ള സമയത്ത്, അതായത് ഡൈഇലക്ട്രിക് വെക്കുന്നതിന് മുമ്പുള്ള കേസ്. അത് ε0 A/D, അത് C അല്ലേ. പിന്നെ ഡിനോമിനേറ്റർ 2 ഉണ്ട്, അപ്പോൾ C/2 ഉണ്ട്. ബാക്കി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആരുണ്ട്? K+1 അല്ലെങ്കിൽ ആരുണ്ടാവുക? 1 +
പ്ലസ് കെ ഉണ്ടാവും. അങ്ങനെയാണ് മക്കളെ ആൻസർ ആരാ വരിക? സി ഇൻറ്റു 1 + k/2. ഓപ്ഷൻ സി അല്ലേ വരിക? 1 + k × c/2. ക്ലിയർ ആണോ ഈ ഒരു മോഡൽ കേട്ടോ? അപ്പോൾ ആദ്യം കംപ്ലീറ്റ് ആയിട്ട് എയർ ആണ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഹാഫ് ഏരിയ മാത്രമാണ് ഉണ്ടായില്ല. കംപ്ലീറ്റ് ഏരിയ ആണെങ്കിൽ k ടൈംസ് സി ഓൾറെഡി ഉണ്ടായതിൻ്റെ k ടൈംസ് ആണ്. പക്ഷേ ഹാഫ് ഏരിയ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കുന്നു, ഇവർ തമ്മിൽ പാരലൽ കോമ്പിനേഷൻ ആണ്. പാരലൽ കോമ്പിനേഷൻ, നോട്ട് സീരീസ് കേട്ടോ. പാരലൽ കോമ്പിനേഷൻ ആണ്. പാരലൽ കോമ്പിനേഷൻ ആകുമ്പോൾ C1 + C2. ഓക്കെ, നേരത്തെ സീരീസും പറഞ്ഞിട്ടുണ്ട്, സോറി കേട്ടോ. പാരലൽ കോമ്പിനേഷൻ ആണ്. C1 + C2 ചെയ്തൊക്കെ ഓക്കെയാണ്. പറയുമ്പോൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണേ, ഒന്ന് മാറ്റണേ. ഓക്കെ, പാരലൽ കോമ്പിനേഷൻ ആണ്. C1 + C2 രണ്ടും കൂടി കൂട്ടി സിംപ്ലിഫൈ ചെയ്ത് ഓപ്ഷനിൽ ഈ രീതിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ആൻസർ കിട്ടുന്നു. ക്ലിയർ ആണോ മക്കളെ? ഇതാണ് നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ. കറക്റ്റ് നോട്ട് ചെയ്ത് നോക്കട്ടെ. നെക്സ്റ്റ് മറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വീണ്ടും കണ്ടുപിട്ടാം. ഓക്കെ, താങ്ക് യു.